ചെമ്പൈ സംഗീതോത്സവത്തോടനുബന്ധിച്ചുണ്ടായ വിവാദങ്ങളിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡിനെതിരെ വിമർശനവുമായി സംഗീതജ്ഞൻ ഡോക്ടർ ചേർത്തല KN രംഗനാഥ ശർമ്മ. സംഗീതോത്സവത്തിൽ നിന്നും ബോർഡ് തന്നെ ഒഴിവാക്കി ചെമ്പൈ പുരസ്കാര ജേതാവിനെ കണ്ടെത്താനുള്ള ജൂറിക്ക് മേൽ രാഷ്ട്രീയ ഇടപെടലുണ്ടായി. ഇതിനെ എതിർത്തതിന്റെ പേരിൽ സംഗീതോത്സവത്തിൽ നിന്നും തന്നെ ഒഴിവാക്കുകയായിരുന്നെന്നും രംഗനാഥ ശർമ്മ തുറന്നടിച്ചു. ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് നടക്കുന്ന ചെമ്പൈ സംഗീതോത്സവത്തിൽ നിന്ന് അപ്രതീക്ഷിതമായാണ് കർണാടക സംഗീതജ്ഞൻ രംഗനാഥ ശർമ്മയെ ദേവസ്വം ബോർഡ് കഴിഞ്ഞ ദിവസം ഒഴിവാക്കിയത്. ഇതിനെതിരെ പ്രതിഷേധിച്ചും സംഗീതജ്ഞന് പിന്തുണ അറിയിച്ചും കേരള ബ്രാഹ്മണ സഭ സംഘടിപ്പിച്ച പരിപാടിയിലാണ് രംഗനാഥന്റെ ദേവസ്വം ബോർഡിനെതിരെയുള്ള വിമർശനം. ചെമ്പൈ പുരസ്കാര ജേതാവിനെ കണ്ടെത്തുന്നതിനുള്ള സമിതി അംഗമായിരുന്നതിന്റെ പേരിലാണ് സംഗീതോത്സവത്തിൽ അവസരം നിഷേധിച്ചത്. എന്നാൽ പുരസ്കാര നിർണയത്തിലുണ്ടായ രാഷ്ട്രീയ ഇടപെടലുകളെ താൻ എതിർത്തതാണ് ഇതിനുള്ള യഥാർത്ഥ കാരണമെന്നും രംഗനാഥൻ പറഞ്ഞു. ഇന്നും വരെ ഒരു കാരണം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു സങ്കടം. അതായത് ഒരു ജൂറി മെമ്പർ ആയിരുന്നു ഞാൻ. ജൂറി മെമ്പർ ആയിരുന്നതുകൊണ്ട് എനിക്ക് മനസ്സിന് വളരെ നീതിയുക്തമായിട്ടുള്ള ഒരു തീരുമാനത്തിൻ്റെ കൂടെ ഞാൻ നിന്നു. അവരുടെ കമ്മിറ്റിയുടെ ചില അഭിപ്രായങ്ങളോട് എനിക്ക് യോജിക്കാൻ സാധിച്ചില്ല. അതെനിക്ക് കുറച്ച് എന്താ പറയുക, എൻ്റെ സ്റ്റാൻഡിൽ തന്നെ എനിക്ക് നിൽക്കേണ്ടി വന്നു. കാരണം വളരെ അറിയാം, അംബികാദേവി ടീച്ചറിനാണ് ഇത്തവണ അവാർഡ് കിട്ടിയത്. ഇന്ത്യയിലുള്ള കർണാടക സംഗീതജ്ഞർക്ക് എല്ലാവർക്കും അറിയാം അംബികാദേവി ടീച്ചറിൻ്റെ സ്ഥാനം എവിടെയാണെന്നുള്ളത്. ഒരു 87 വയസ്സുള്ള ഒരു സംഗീത വിദുഷിയാണ്. അപ്പോൾ അവരെ മാതിരിയോ അല്ലെങ്കിൽ കുമാര കേരള സാറിനെ മാതിരിയോ അങ്ങനെ ഒരു ഏറ്റവും സീനിയർ ആയിട്ടുള്ളൊരു സംഗീതജ്ഞനെ പോകണം എന്നുള്ളൊരു ആഗ്രഹം ഞാൻ പ്രകടിപ്പിച്ചു. അവസാനം ഒരു കമ്മിറ്റി അതിനെ അംഗീകരിക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് പെട്ടെന്ന് എന്നെ പ്രോഗ്രാമിൽ നിന്ന് നീക്കം ചെയ്തതായിട്ട് എനിക്കത് വേറെ ഒരു കാരണം എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. സംസ്ഥാന സർക്കാരിനും ദേവസ്വം ബോർഡിനും താല്പര്യമുള്ള ആൾക്ക് പുരസ്കാരം നൽകാൻ ആദ്യം നിർദ്ദേശമുണ്ടായിരുന്നു. നിലവിലെ അവാർഡ് ജേതാവിനെ അപേക്ഷിച്ച ചെറുപ്പക്കാരനായ ഒരാളെയാണ് ബോർഡ് നിർദ്ദേശിച്ചത്. ഇതെതിർത്തതോടെ തനിക്ക് വിലക്ക് കൽപ്പിക്കുകയായിരുന്നുവെന്നും രംഗനാഥൻ വിമർശിച്ചു. ഗുരുവായൂരിൽ നടക്കേണ്ട സംഗീത പരിപാടി ഉപേക്ഷിച്ചതോടെയാണ് പിന്തുണ അറിയിച്ച ബ്രാഹ്മണ സഭ തൃശൂരിൽ രംഗനാഥനായി പ്രത്യേക വേദി ഒരുക്കിയത്. ചടങ്ങിൽ പ്രശസ്ത വയലിനിസ്റ്റ് നെടുമങ്ങാട് ശിവാനന്ദൻ സംഘടനയുടെ പ്രഥമ സംഗീത ശ്രേഷ്ഠ പുരസ്കാരം രംഗനാഥന് സമ്മാനിച്ചു. പരിപാടിയോടനുബന്ധിച്ച് നടന്ന കച്ചേരിയിൽ ബ്രാഹ്മണ സഭാ പ്രവർത്തകരും പൊതുജനങ്ങളുമടക്കം നിരവധി പേരാണ് പങ്കെടുത്തത്. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.